ഓക്കെ, ശ്രീയേഷേ ഞാൻ കാര്യം ചോദിക്കാം, എങ്ങനെയാ സിംസിലെത്തി? സിംസിൽ എങ്ങനെ വരാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇവിടെ ഒരു പഠിച്ചിട്ട് എന്റെ ഒരു കമ്പനിക്കാരുണ്ട്, അപ്പൊ അവന്റെ പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായോണ്ട് മനസ്സിലായി, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ എവിടെ വർക്ക് ചെയ്യുന്നത്? പയ്യോളി തന്നെ. പയ്യോളി മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആണോ? അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ. കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് വന്ന് എന്താ കാരണം? എല്ലാവരും ഫോൺ ഫീൽഡിൽ ഞാനൊരു വെറൈറ്റി പിടിക്കാൻ ചോദിച്ചു. കമ്പ്യൂട്ടർ ഫീൽഡ്, ലാപ്ടോപ്പ്. പക്ഷെ അതിനോട് സമാന്തരമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏകദേശം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഗാഡ്ജറ്റും ആയി. മനസ്സിലായില്ലേ? അവിടെ നോക്കാം. ബോണ്ട് ചിപ്പിലൊക്കെ നോക്കുന്നുണ്ടാ? ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിക് എങ്ങനെ, ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉഷാറായോ? കുഴപ്പമില്ല, കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ മനസ്സിലായിരുന്നുണ്ട്. അടിപൊളി ചെയ്യുന്നുണ്ട്. ബേസിക് ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ഐഡിയ കിട്ടി. ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ട്രെയിനിങ് തരുന്നുണ്ട്. ബേസിക് ഒക്കെ നല്ല മനസ്സിലായി. ഓക്കെ, പിന്നെ ഫീൽഡ് എന്ത് തോന്നുന്നു ഫീൽഡിനെ പറ്റി? അതായത് ഒരു ഭാവിയുള്ള ഫീൽഡാണോ, അല്ലെങ്കിൽ കറന്റ് തീരുവോ പെട്ടെന്ന്? എന്താ ഒരിക്കലും ഔട്ടാത്തൊരു ഫീൽഡും കൂടിയാണ് ഇലക്ട്രോണിക്സ് തന്നെ. ശരിക്കും ബേസിക്കലി ഇലക്ട്രോണിക്സ് ആണ് ഈ സാധനം. അതെന്താ വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം കൂടിയാണല്ലോ. അതെ അതെ അതെ, ആവശ്യമുള്ളതാണ്, ഉപകാരമുള്ളതാണ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞാല് എപ്പോഴും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, ഔട്ടാകാത്തൊരു മേഖലയാണല്ലോ. എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം കൂടിയാണ്. അതെ അതെ, അതിന്റെ ഹാർഡ്വെയർ സർവീസ് ഒക്കെ. പിന്നെ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതകളോ? ബോഡി ഷോർട്ട് അല്ല, നമുക്ക് സർവീസ് വരണമെങ്കിൽ കംപ്ലൈന്റ് ആവണല്ലോ. അങ്ങനെ കംപ്ലൈന്റ് ആവാത്ത രൂപത്തിലാണോ ഇപ്പോൾ സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട് കംപ്ലൈന്റ് നന്നായിട്ട് വരുന്നുണ്ട്. സത്യത്തിൽ കംപ്ലൈന്റ് വരുന്നുണ്ട്, നമുക്ക് സാധ്യതകൾ അവിടെ ബാക്കിയുണ്ട്. അതല്ല, ഞാൻ കമ്പ്യൂട്ടറിന്റെ അകത്തൊക്കെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള സാധ്യതകൾ ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മാത്രം മതി എന്ന് തോന്നുന്നുണ്ടോ? എന്താ? ഇല്ല, ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. നല്ല ചിപ്പിലൊക്കെ നന്നായി ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അല്ല, അക്കാദമിക് ആയിട്ട് ഭയങ്കര ഇംഗ്ലീഷ്, കുറെ ഭാഷകൾ അങ്ങനെയൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ വേറെ കോഴ്സിനൊക്കെ പോകുമ്പോലെ? ഇല്ല, സിമ്പിൾ ആണ്. സിംസിന് കിട്ടുന്ന ക്ലാസിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ അഭിപ്രായം പറയാം? എന്റെ അഭിപ്രായം നല്ലൊരു ക്ലാസ് തന്നെയാണ് കിട്ടുന്നത്. തുഷാരി മിസ്സായാലും മേഘ മിസ്സായാലും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായ രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കും, ചിലപ്പോൾ ഈ ലേഡീസ് അല്ലേ, അവർക്ക് ഈ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ ബേസിക്കലി ഇവരൊക്കെ IT ഇതൊക്കെ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് അവര് പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനെ ഒരു പൊതു ധാരണ അങ്ങനെ പറയുന്നത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല.